ഹലോ! ഇന്നൊരു ബർത്ത്ഡേ വിശേഷവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കുഞ്ഞി വായാടി കോതയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ വായാടി 2, 3 ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും എന്നെ വിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എന്തായാലും കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഹണി ആൽമണ്ട് കേക്കാണ് നമ്മൾ ചെയ്തത്. ഹണി ആൽമണ്ടാണ് കുഞ്ഞാവയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ അത്തരം കേക്കാണ് ചെയ്തത്. പിന്നെ ഡ്രസ്സിൻ്റെ കളറൊക്കെ എന്താ ചെയ്യാഞ്ഞെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കളറൊക്കെ നമ്മുടെ ശരീരത്തിന് കേടായതുകൊണ്ടാണ് ചെയ്യാഞ്ഞതെന്ന്. അങ്ങനെ കുഞ്ഞാവ കേക്കൊക്കെ ചേട്ടനും ചേച്ചിയും കുഞ്ഞാവയും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും കുഞ്ഞാവയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. കുഞ്ഞാവ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് കഴിച്ചുകൊണ്ടേയിരുന്നു. കണ്ടില്ലേ? കുഞ്ഞാവയുടെ ആ ഒരു ഹാപ്പിനെസ്സൊക്കെ കണ്ടില്ലേ? സ്കൂളിലൊക്കെ കൊണ്ടുപോയി മിഠായിയും പായസവും ഒക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എൻ്റെ വായിലും വെച്ച് തന്നു. ഓരോരുത്തരുടെയും വായിൽ അങ്ങനെ വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞാവ കുറേ കേക്ക് കഴിച്ചു. പിന്നെ നന്ദു ചേച്ചിയും വിനോദ് മാമനും പപ്പയും അനിൽ മാമനും എല്ലാവരും ഉണ്ടായിരുന്നു. കുമാർ മാമൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആണുങ്ങളെല്ലാം കൂടി ഇരുന്ന് കുറേ വർത്തമാനവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അവരൊക്കെ ഫുഡ് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ആ കൂട്ടത്തിൽ ആദ്യക്കുട്ടനും ചേർന്നിട്ടുണ്ട്, നന്ദു ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ വിനോദ് മാമൻ എന്തോ വളിച്ച കമൻ്റ് അടിക്കുന്നതിന് അവരെന്തൊക്കെയോ പറയുകയാണ് കേട്ടോ. വിനോദ് മാമൻ്റെ വായിൽ നിന്നും പുളിച്ച കുറേ കമൻറ്റുകളാണ് വരാറുള്ളത്. അപ്പോൾ പിന്നെ അത് കേട്ട് ആസ്വദിക്കാൻ കുറേ പേര്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കുഞ്ഞാറ്റ ഓടി നടുക്ക് കയറിയിരുന്നു, പപ്പായുടെ അടുത്തേക്ക് പോയിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റയും കൂടി ഇരുന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടി കുമാരമാമൻ അപ്പോൾ ആരോ ഫോൺ ചെയ്തു, ഫോൺ വിളിക്കുകയാണ്. ആദ്യക്കുട്ടനെ എന്തോ പറഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് വിനോദ് മാമനും കൂടെ. അപ്പോൾ കുഞ്ഞാവ് താണ്ടി ഇവിടെ അവിടെ എന്തെങ്കിലും നടന്നോട്ടെ, എനിക്ക് കഴിക്കണം എന്നുള്ള രീതിയിൽ കുഞ്ഞാവ് വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോഴേക്കും കുഞ്ഞാവയുടെ അപ്പാച്ചിയും അമ്മാമ്മയും എല്ലാവരും ഇരുന്നു. ഞാനും ആദ്യം കൂടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ കപ്പലണ്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഫുഡിൽ. അപ്പോൾ എല്ലാവർക്കും ആവശ്യത്തിന് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. കുഞ്ഞാവ് ഇങ്ങനെ ചൊറിഞ്ഞിരിപ്പുണ്ട്, ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ചാമ്മയുടെ കൂടെ കയറിയിരുന്ന ഒരു വീഡിയോയ്ക്ക് പോസൊക്കെ ചെയ്തു തന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പതുക്കെ നിൽക്കുകയാണ്. ഓരോരുത്തർക്ക് വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്, ഓരോരുത്തർ കഴിക്കുന്നു. അപ്പോൾ അടിപൊളി ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ഈ കുഞ്ഞാവയുടെ കാര്യമൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, 2 ആഴ്ച, എനിക്കൊന്ന് 2, 3 ആഴ്ച കൊണ്ട് എൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. എന്നെ കണ്ടോ, ഞാനിവിടെ കപ്പലണ്ടി കഴിക്കുക കേട്ടോ. അവിടെ വലിയ സദ്യയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് കപ്പലണ്ടി. അപ്പോഴും എന്നെ ട്രോളാൻ അവർ മറന്നില്ല. അപ്പോൾ ദാണ്ടെ അച്ചാച്ചനും തങ്കച്ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാവ ദാണ്ട് ഇവിടെ ഇങ്ങനെ ഇലയ്ക്കകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. കുഞ്ഞാറ്റ ദാണ്ട, ഞങ്ങൾ വിശപ്പ് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണേലും ഞങ്ങൾ കഴിച്ചോളും. ഞാനും എൻ്റെ ആദ്യം കൂടെ ഫോണിനകത്ത് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം. പിന്നെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മയോട് ഓരോന്നൊക്കെ ചോദിക്കുമെന്നോ, കൊച്ചു തല ചൊറിയുക കണ്ടില്ലേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. ഓക്കെ, താങ്ക്